താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688-ലാണ്. 1492-ൽ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം നടന്നത് 1917-ൽ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി പതിനാലാമൻ. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു. ഹാരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഹാരപ്പൻ ജനത വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമണം അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് ബിൽ സമരം, ചൗരി ചൗര സംഭവം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്തത് അഖിലത്തിരുട്ട്. ജാതി മീമാംസ, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ഓപ്പറേഷൻ ഗംഗ ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂകമ്പനാഭി. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏതു ഘട്ടത്തിലാണ്? യുവത്വഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഡയമണ്ട്. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ കേപ്പൻ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. എം-സി റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം പച്ചക്കറിയുടെ ഉൽപാദനം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം സിഡ്കോ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക. വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഫ്രഞ്ച്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം കൽപ്പന. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്തത് അറ്റോർണി ജനറൽ. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മന്ത്രിസഭ എന്നിവർ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് കെ. ജി. ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? യൂണിയൻ ലിസ്റ്റ്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരുന്നത് എവിടെ നിന്നാണ്? ഭരണഘടന. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടക്കുന്നത്? വില്ലൈ. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല്ല. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു കാൽസ്യം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം ഗൗട്ട്. ICDSന്റെ പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. എലിസ ടെസ്റ്റ് എന്തിന്റെ രോഗനിർണയത്തിനാണ്? എയ്ഡ്സ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോംബെഡിലേക്കായതിനാൽ പരുക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തിയ ന്യൂട്ടന്റെ ചലന നിയമം രണ്ടാം ചലന നിയമം. കണ്ണടയ്ക്കുള്ളിലെ കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇതിൽ താഴെ സൂചിപ്പിക്കുന്നത് ഏത് ലെൻസാണ്? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. നിക്രോമിന്റെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കുവാനുള്ള കഴിവ്. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം EOS-06. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടത് വശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഷെൽ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽ-നിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്തത്? ക്രോമിയം. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ്. മുകളിൽ തന്നിരിക്കുന്ന വരികളുടെ രചയിതാവ്? വയലോപ്പള്ളി ശ്രീധരമേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി? പാവക്കുട്ടി ഗ്രേസി. എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥ.
തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ദി ക്രിയേഷൻ ഓഫ് ആദം. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. ഏഷണി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി നാരദക്രിയ. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. താഴെ പറയുന്നവയിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആർഷം. വിനിയോഗം എന്ന വാക്കിന്റെ വിപരീതം സംയോഗം. കാടിയായാലും മൂടി കുടിക്കണം. ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം ഗഗം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ദ്രോണർ. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്തുവാലും അവർ ദരിദ്രരായി തുടരും. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരിച്ചറിയുക. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി. IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവാണ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും. 2 കഞ്ചാവ് ചെടികൾ നട്ട് വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയും. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിലെ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയല്ല. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന പ്രസ്താവന ശരിയാണ്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ്ഡ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് 180 മില്ലി ലിറ്റർ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് കോഡ്പ നിയമപ്രകാരം ശരിയായത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകവലി ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കോഡ്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 മുറികൾ. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച ലഹരി വർജന മിഷൻ വിമുക്തി. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ തെറ്റാണ്. ബീഹാറിൽ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്.
തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി മൂന്നാമത്തത് തെറ്റാണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. എറണാകുളത്ത് മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-ന്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തൈവാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ്ങാണ്. സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നാഗ്പൂർ നിസ്സഹകരണ പ്രസ്ഥാനം, സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവത്കരണ സഹായി ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹനവൃഷ്ടി. മൺസൂൺ കാലത്തിനു മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാംഗോ ഷവർ. സൂര്യനെപ്പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ചെടുത്ത പേടകം ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ്. ഓപ്ഷൻ ബി നാലാമത്തത് തെറ്റാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ രണ്ടാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വകുപ്പ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 6 മുതൽ 11 വരെ വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തിക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസരസമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. നിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡ്. മൗലിക കർത്തവ്യങ്ങൾ. റഷ്യ. അവശിഷ്ടാധികാരം. കാനഡ. ഭരണഘടനാ ഭേദഗതി. ദക്ഷിണാഫ്രിക്ക. ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതിയാണ് ആൻസർ. ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഹംഫ്രി ബർക്കലി. സ്പിരിറ്റ് ഓഫ് ലോ. മൊണ്ടസ്ക്യൂ. ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ സി 2. ബൽവന്തറായ് കമ്മീഷൻ 1957. അശോക് മേത്ത കമ്മീഷൻ 1977. സർക്കാരിയ കമ്മീഷൻ 1983. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370
കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് 2019-ലാണ്. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതി അനന്തരഫലമായി പെടാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 2. 10ാം പട്ടിക പെടുന്നില്ല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി PhD വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡയോക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത്. മനുഷ്യഹൃദയത്തിന്റെ പേസ്മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപൗഡിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർക്കുക. മലേറിയ പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുവാനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഘർഷണബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണമാണ് സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് BCl3 Xന് 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ XYയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രവാക്യം XY2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂമിൽ എന്ന യാത്രാവിവരണം ആരുടേതാണ്? MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. സ്ട്രൈക്ക് വൈൽ ദി അയേൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന്റെ അർത്ഥം കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിച്ചാൽ പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് അധ്യാപകർ. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം അനുഗ്രഹീതൻ. പിരിച്ചെഴുതുക. വിണ്ടലം വിൺ പ്ലസ് തലം. ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ കന്മതിൽ. ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം ഉന്മീലനം നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയുവാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിനുപയോഗിക്കുന്ന സ്വകാര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾ അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക.
മയക്കുമരുന്ന് നിരോധന നിർമ്മാർജ്ജന നിയമം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശ്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുവാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടുന്ന മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓരോ 400 കിലോമീറ്റർ ദൂരത്തിലും 0.1 വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യം അളക്കൽ. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 3ഉം 4ഉം തെറ്റാണ്. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി 2, 4 എന്നിവ തെറ്റാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോഡ്പ ആക്ട് 2003ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗവും നിരുത്സാഹപ്പെടുത്തുക. കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണം. പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി: വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ വിവരസാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടിയുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം 18-ൽ താഴെയാണെങ്കിൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ: സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി. പ്രകാശം. താഴെ പറയുന്നവയിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? NV ജോസഫ്, C. കേശവൻ, TM വർഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ശ്രീലങ്ക.
ആൻഡമാൻ ദ്വീപ് സമൂഹത്തെയും നിക്കോബാർ ദ്വീപ് സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10° ചാനൽ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തം 8°4' നോർത്ത് ടു 37°6' നോർത്ത്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത്. ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിങ്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. ലോക ബാങ്ക്, വാഷിംഗ്ടൺ DC. ഭാരതീയ റിസർവ് ബാങ്ക്, മുംബൈ. അന്താരാഷ്ട്ര നാണയനിധി, വാഷിംഗ്ടൺ DC. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995-ലാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന GATT പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മെഹലനോബിസ് ആണ് എന്നത് തെറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950-ലാണ്. ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പി PC മെഹലനോബിസ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കാലയളവ് 1970-കളുടെ മധ്യം മുതൽ 80-കളുടെ മധ്യം വരെ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 2021 ജനുവരി 1-ന് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതി. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര് റെജിമാൻഡറിംഗ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകാനുള്ള ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാമിൻലെ ഓസ്റ്റിൻ. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് കോ വാറന്റോ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 323A. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായു വിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500-നും 3000 മില്ലിലിറ്ററിനും ഇടയിൽ. നിശ്വാസ സംഭരണം 1000-നും 1600 മില്ലിലിറ്ററിനും ഇടയിൽ. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിൽ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. സസ്യപ്ലവക ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായത്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. ഇത് 2020-ലാണ് പ്രഖ്യാപിച്ചത് വന്യജീവി സങ്കേതമായിട്ട്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ജീവിതശൈലി രോഗമായിട്ട് കരുതപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഏതെല്ലാം?
നയനാമൃതം, പാദസ്പർശം, സിറസ്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ സൈക്കോവ്-ഡി. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി 0. ഒരു കേന്ദ്രീകൃത ദ്രവ്യത്തിന് ഉപയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം? ജാവലിൻ മത്സരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് DLV-TB. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ബോയിൽ നിയമം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നൊബേൽ സമ്മാനം നൽകിയത്? ആസ്മെട്രിക് ഓർഗാനോകാറ്റലിസിസ്. താഴെ തന്നിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ? ഇന്ദുലേഖ, ശാരദ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർ അനുയോജ്യമായവ മാത്രം തിരഞ്ഞെടുക്കുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കഥാകാരൻ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം PV സിന്ധു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ P. ജയചന്ദ്രൻ. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. പ്രയാസമാണ്, ഇരുട്ടത്ത് കാണാൻ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ മൂന്നാമത്തെ പദമാണ് ശരി. സ്വച്ഛന്തം. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്ക്? ഓപ്ഷൻ സി ആണ് ആൻസർ. പിണം, ബധിരം എന്നിവ രക്തത്തിന്റെ പര്യായമല്ല. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും? ഓപ്ഷൻ ബി ആണ് സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റം. തുലാം പ്ലസ് ഇന്റെ ചേർത്ത് എഴുതിയാൽ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തത് തുലാമിന്റെ. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം? അപരാധക. പൂജക ബഹുവചനം? വേടർ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ? മരത്തിന്റെ കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ശരത്ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം നിസ്വാതന്ത്ര്യം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിന്റെ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിലോട്ട്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B(2). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ മറ്റ് ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ചേർക്കുന്നത്? ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത്? ഓപ്ഷൻ സി. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കോട്ട്ബ ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ്? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്ബ ആക്ട് പ്രകാരം ചുമത്താവുന്ന പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പാദന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന
ഭവിഷ്യത്തുക്കളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 49. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സു മുതൽക്കാണ്? 23. ഐ.ടി ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവു ശിക്ഷ ജീവപര്യന്തം. ഐ.ടി ആക്ട് 2000 സെക്ഷൻ 77(b) പ്രകാരം തടവു ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ചത്? ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം? 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. 1ഉം 3ഉം തെറ്റാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടായിരുന്നു. ശരിയാണ്. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യാ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്ക് സംവിധാനം ചെയ്ത ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനയാണ്? 4ാമത്തെ പ്രസ്താവനയാണ്. കാർവേ കമ്മിറ്റി. 1991 ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ചത്. ആഗോളവൽക്കരണവും നരസിംഹം റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഗോതമ്പ്. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് തെറ്റ്? ഇന്ത്യയുടെ സ്ഥാനം 3ാമത് എന്നത് തെറ്റാണ്. ഇന്ത്യയുടെ സ്ഥാനം 4 ആയിരുന്നു. ഇന്ത്യക്ക് 28 സ്വർണം നേടി. ചൈനയിലെ ഹാങ്ഫുവിൽ ആണ് നടന്നത്. അടുത്തത് നടക്കാൻ പോകുന്നത് ജപ്പാനിലാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന 2 ആണ്. ശരിയായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഡോക്ടർ എസ് സ്വാമിനാഥൻ നയിച്ചു. ഈ 2 പ്രസ്താവനകളും രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു എന്നിവയും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1, 3 എന്നിവ ശരിയാണ്. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി. രാമസുബ്രഹ്മണ്യം. ഭരണഘടനയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് 1, 2 എന്നിവ ശരിയല്ല. ശരിയായത് 1973 സുപ്രീം കോടതി വിധിപ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 1989 61ാം ഭേദഗതി. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായത് 1, 2 എന്നിവ ശരിയാണ്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4.
കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോടുകൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലീസ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിനും ഗ്ലൂക്കഗോണും. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ 9 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവ ഏതെല്ലാമാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോ ബുജിയ, എനിഗ്മചന്ന ഗൊല്ലം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജ്ജം താപമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100°C തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ തിളനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ ആകാശത്തിന്റെ സ്വഭാവമല്ലാത്തത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം 7ന് മുകളിൽ. ആറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ്? D ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5 മോൾ. ഇലക്ട്രിക് അയേൺ ബോക്സിൽ ഹീറ്റിംഗ് എലമെന്റായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോം. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്? പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്? സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാന്റിക് കാവ്യമെന്നും റൊമാന്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 3 തെറ്റാണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റിന് ജയം. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് 3ാം കിരീടമാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. 3ാമത്തെ പ്രസ്താവനയാണ് ശരി. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസത്തിൽ അധികരിക്കാൻ പാടില്ല? 14 ദിവസം. BNSന്റെ ഏതു അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അധ്യായം 11. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുവാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 7 വർഷം വരെ തടവ്. BNSS സെക്ഷൻ 47 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശേഷിപ്പിക്കുന്നു? കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമിൽ ഏതു സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 23. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരായ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുവാനോ ചെയ്താൽ അയാൾ ആക്രമണം എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിയമം പ്രകാരം കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെപ്പറ്റി അറിയിക്കേണ്ടതാണ്. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമായോ താൽക്കാലികമോ ആയ താമസസ്ഥലം, ഗ്രാമത്തിലോ
സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തിലോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിന്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്താൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. എക്സും വൈയും. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ? തദ്ദേശ ഭരണ തലവൻ. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമാണ്? സെക്ഷൻ 19, 24, 27A. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തന്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാം. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ 66A. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ 66C. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ 66D. സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ 66E. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം പ്രേഷക. നിഷ്ഫലയത്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാകദന്ത ഗവേഷണം. നിരാമയം പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ളത് തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് പാലോടു ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് പ്രാകൃതമായ. കാട്, കാനനം, ഗഹനം, വിപിനം. കേരള ലോക്കൽ ബോഡി ഇലക്ഷൻ 2025 നടന്നു. 6 കോർപ്പറേഷനുകളിൽ UDFന് 4, LDFന് 1, BJPക്ക് 1 ലഭിച്ചത്. മുനിസിപ്പാലിറ്റി 55 എണ്ണം UDF, 28 LDF, 2 BJP, അതേഴ്സിന് 1. പഞ്ചായത്ത് 8 UDF, 6 LDF. ബ്ലോക്ക് പഞ്ചായത്ത് 80 UDF, 66 LDF. ഗ്രാമപഞ്ചായത്ത് 480 UDF, 360 LDF, 26 BJP, 7 അതേഴ്സ്. അപ്പം ഇതിലെ നമ്പേഴ്സ് ഫാക്ടേഴ്സായിട്ട് ഓർത്ത് വെക്കണമെങ്കിലും ആരാണ് ലീഡ് ചെയ്തതെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. 2 ഫേസ് ആയിട്ടാണ് ഇലക്ഷൻ നടന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9-നും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഡിസംബർ 11-നും. വോട്ട് എണ്ണിയത് ഡിസംബർ 13-നാണ്. തിരുവനന്തപുരം മേയറായത് VV രാജേഷാണ്. കൊല്ലം മേയർ AK ഹഫീസ്. കൊച്ചി മേയർ VK മിനിമോൾ. തൃശ്ശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കോഴിക്കോട് മേയർ O സദാശിവൻ. കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര. ഇന്ത്യയിലെ തന്നെ യങ്ങസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയത് ദിയ ബിനു പുളിക്കക്കണ്ടം.
പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി PR രമേശ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളിയാണ് ഇദ്ദേഹം. ശ്രദ്ധിക്കണം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ല, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ്. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇദ്ദേഹവും പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. പണ്ട് നമ്മൾ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ കുറിച്ച് മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം കമ്മീഷനിൽ ആദ്യമായിട്ട് മലയാളിയായിട്ടുള്ള ഒരു അംഗം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനി വരുന്ന എക്സാംസുകളിൽ. കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ V ഹരി നായർ. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. ഇദ്ദേഹം പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. കൊൽക്കത്ത സ്വദേശിയാണ്. കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇദ്ദേഹം മേഘാലയയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2025 വിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടൻ ശ്രീനിവാസന്റെ മരണമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്, അത് പഠിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം നടനായിട്ട് അരങ്ങേറ്റം കുറിച്ചത് 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. 1984 ആദ്യ കഥ ഓടരുതമ്മാവ ആളറിയാം. ആദ്യ തിരക്കഥ പൂച്ചയ്ക്കൊരു മൂക്കുത്തി. സംവിധാനം ചെയ്തത് 2 സിനിമകളാണ്, വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം ഞാൻ പ്രകാശനാണ്. 1995 മഴയത്തു മുൻപേ, 1991 സന്ദേശം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് 1998 സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ലഭിച്ചു. ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഖലീദ സിയ അന്തരിച്ച വർഷം കൂടിയാണ് 2025. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് V നായർ. സെക്രട്ടറി വിനോദ് S. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അംബാസിഡറായി മാറി സഞ്ജു സാംസൺ. സോ അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് ഇങ്ങനത്തെ ഫാക്ടേഴ്സ് കുറച്ചും കൂടി സ്പോർട്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ മോഹൻലാൽ. കേരളത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP റവാഡ A ചന്ദ്രശേഖർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയകിഷോർ രേദ്കർ. കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ P സതീദേവി. ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആൻഡ് അതിൻ്റെ തീംസ് ആണ്. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. തീം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദി നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ജനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ, എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ജനുവരി 25 നാഷണൽ ടൂറിസം ഡേ, സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ, സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്, ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ, യുണൈറ്റഡ് ബൈ യുണീക്ക്. മാർച്ച് 8 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ, വുമൺ ഫോർ ദി ഫ്യൂച്ചർ. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ, വാട്ടർ ഫോർ പീസ്. ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ, ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഏപ്രിൽ 22 എർത്ത് ഡേ, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. മെയ് 22 ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ജൂൺ 21 ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ്. സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ, ടീച്ചേഴ്സ് അറ്റ് ദി ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ റിക്കവറി. സെപ്റ്റംബർ 8 ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ, പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ ഇറ. സെപ്റ്റംബർ 27 വേൾഡ് ടൂറിസം ഡേ, പ്രൊമോട്ടിംഗ് അവയർനെസ് ഓഫ് ടൂറിസംസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂ. ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ, മെൻ്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ്. ഒക്ടോബർ 11 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്, ദി ഗേൾ ഐ ആം ദി ചേഞ്ച് ഐ ലീഡ്. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ, ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ, ഏക് ഭാരത് ആത്മനിർഭർ ഭാരത്. ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ, ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദി എയ്ഡ്സ് റെസ്പോൺസ്. ഡിസംബർ 10
ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ഡിഗ്നിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ, മാത്തമാറ്റിക്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ. പുരസ്കാരം നേടിയത് ഗോപ എന്ന നോവലിനാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ല. ഹൈദരാബാദിൽ വെച്ച് നടന്ന മിസ് വേൾഡ് 2025 വിന്നർ ഒപാൽ സുജാത. മിസ് യൂണിവേഴ്സ് 2025 ഫാത്തിമ ബോഷ്. ഇന്ത്യയുടെ 15ാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ജൂൺ 9 3ാമത് കോൺസിക്യൂട്ടീവ് ടേമിലാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശിലെ വാരണാസി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ഇദ്ദേഹം ജനവിധി തേടിയത്. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അയോധ്യ രാമക്ഷേത്രം. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ അയോധ്യ ജില്ലയിലാണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2020 ഓഗസ്റ്റ് 5 കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 2024 ജനുവരി 22 പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. രാമക്ഷേത്രം മുഴുവനായി പണി കഴിഞ്ഞത് 2025 നവംബർ 25 നാഗര സ്റ്റൈലിലാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായി 380 ഫീറ്റ് നീളവും 250 ഫീറ്റ് വീതിയും 161 ഫീറ്റ് ഉയരത്തിലുമാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 392 തൂണുകളും 44 ഗേറ്റുകളുമാണ് രാമക്ഷേത്രത്തിനുള്ളത്. രാം മന്ദിറിന്റെ ഡിസൈനർ ചന്ദ്രകാന്ത് സോംപുര. മേക്കർ ഓഫ് രാംലല്ല മൂർത്തി അരുൺ യോഗിരാജ്. ബീഹാർ ഇലക്ഷൻ 2025. ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നത് നവംബർ 6 സെക്കൻഡ് ഫേസ് നവംബർ 11. റിസൾട്ട് നവംബർ 14 അനൗൺസ് ചെയ്തത്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDAക്ക് 202 സീറ്റുകളാണ് കിട്ടിയത്. അതിൽ BJPക്ക് 89 സീറ്റ്, ജനതാദൾ 85 സീറ്റ്, അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾക്കും 19, 5, 4 എന്നീ രീതിയിലാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ നിതീഷ് കുമാറാണ് ബീഹാറിലെ ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 അപ്പോയിൻമെൻറ്റ്സ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ജ്ഞാനേഷ് കുമാറും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള രത്തൻ യു കേൽക്കറും. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. നേപ്പാളിലെ ജൻസി കലാപത്തിന് ശേഷം നേപ്പാളിലെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് സുശീല കർക്കിയാണ്. ബുക്കർ പ്രൈസ് ലഭിച്ചത് ബാനു മുഷ്താഖിനാണ്. ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ് ബാനു മുഷ്താഖിന് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2023 മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനാണ് ലഭിച്ചത്. 2025-26 ബജറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ടാക്സ് റെജീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ടതില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30%. ഇതിൻ്റെ കൂടെ ഓൾഡ് ടാക്സ് റെജീം ഉണ്ടായിരിക്കും. ഓൾഡ് ടാക്സ് റെജീമിൽ 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, 5 മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. ഇതിൽ ഏത് ടാക്സ് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്കാണ് ലഭിച്ചത്. 33ാമത്തെ ഒളിമ്പിക്സ് പാരീസിൽ വെച്ചിട്ടാണ് നടന്നത്. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് നടന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് US-നാണ്. 126 മെഡലാണ്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ചൈനയ്ക്ക് 91 മെഡലാണ്. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. ജപ്പാന് 45 മെഡലാണ്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ഇന്ത്യക്ക് 71ാമത്തെ സ്ഥാനമാണ്. ടോട്ടൽ 6 മെഡലാണ് കിട്ടിയത്. സ്വർണമില്ല. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. സർബ്ജോത് സിംഗിന് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിൽ ബ്രോൺസ് ലഭിച്ചു.
മനു ബാക്കർ ഫ്രം ഹരിയാന വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റലിലും അതുപോലെ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡിലും രണ്ടിലും ബ്രോൺസ് ആണ് ലഭിച്ചത്. സ്വപ്നിൽ കുശൽ ഫ്രം മഹാരാഷ്ട്ര 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിൽ ബ്രോൺസ് ആണ് ലഭിച്ചത്. നീരജ് ചോപ്ര ഫ്രം ഹരിയാന, നീരജ് ചോപ്രയ്ക്ക് സിൽവർ മെഡലാണ് കിട്ടിയത്. 49.45 മീറ്ററിലാണ് ജാവലിൻ ത്രോയിൽ സിൽവർ കിട്ടിയത്. ഇന്ത്യൻ ഹോക്കി ടീമിനും വെങ്കലമാണ് ലഭിച്ചത്. മലയാളിയായ PR ശ്രീജേഷ് ഇതിൽ അംഗമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മെഡൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അമൻ. അമന് ബ്രോൺസ് ആണ് കിട്ടിയത്. റെസ്ലിംഗിൽ 57 കിലോ വിഭാഗത്തിലാണ് ബ്രോൺസ് മെഡൽ കിട്ടിയത്. 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് നേടിയത് കാർലോസ് അൽക്കാരസും കോക്കോയുമാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് മെൻസ് വിഭാഗത്തിൽ യാനിക് സിന്നറും വുമൻസ് വിഭാഗത്തിൽ മാഡിസൺ കീസുമാണ് വിജയിച്ചത്. വിംബിൾഡൺ സിംഗിൾസ് മെൻസിൽ യാനിക് സിന്നറാണ് വിജയിച്ചത്. 2025 വിംബിൾഡൺ വുമൻസ് നേടിയത് ഇഗ. US ഓപ്പൺ വുമൻസ് സിംഗിൾസ് അരിയാന സെബലങ്ക. US ഓപ്പൺസ് കാർലോസ് അൽക്കാരസ്. 2024 ഭാരതരത്ന അവാർഡ് വിന്നേഴ്സ് കർപ്പൂരി താക്കൂർ, MS സ്വാമിനാഥൻ, PV നരസിംഹറാവ്, ചൗധരി ചരൺ സിംഗ്, ലാൽകൃഷ്ണ അദ്വാനി. 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 2025 പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകളാണ്. പത്മശ്രീ ലഭിച്ച മലയാളികൾ ഐ.എം. വിജയൻ സ്പോർട്സ് പേഴ്സൺ ആണ്. K. ഓമനക്കുട്ടിയമ്മ ആർട്സിലാണ് ഓമനക്കുട്ടിയമ്മയ്ക്ക് ലഭിച്ചത്. പത്മഭൂഷൺ ലഭിച്ച മലയാളികളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ജോസ് ചാക്കോ പെരിയപുറം കേരളം മെഡിസിൻ വിഭാഗത്തിലാണ്. PR ശ്രീജേഷ് കേരളം സ്പോർട്സ്. പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 7 പേർക്കാണ്. ഡുവൂർ നാഗേശ്വർ റെഡ്ഡി, ജഗദീഷ് സിംഗ്, കുമുദിനി രജനീകാന്ത്, ലക്ഷ്മീനാരായണ സുബ്രഹ്മണ്യം, MT വാസുദേവൻ നായർ, ഒസാമ സുസുക്കി, ശാരദ സിൻഹ. ഇനി കുറച്ച് കറന്റ് അപ്പോയിൻമെന്റ്സ് നോക്കാം. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ജസ്റ്റിസ് നിതിൻ മധുങ്കർ ജാംദർ. കേരള ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ. കറന്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ ജസ്റ്റിസ് അജയ് മാണിക്കറാവ് കാൻവിൽക്കർ. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇനി കുറച്ച് സ്പോർട്സിലെ കറന്റ് അഫയേഴ്സ് ആണ്. 78th സീനിയർ നാഷണൽ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഭുവനേശ്വറിൽ വെച്ച് നടന്നു. അതിൽ ഫസ്റ്റ് ലഭിച്ചത് കർണാടകയ്ക്കാണ്. രഞ്ജി ട്രോഫി വിദർഭയാണ് നേടിയത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഹോസ്റ്റ് ചെയ്തത് ബീഹാർ ആണ്. കായിക രംഗത്ത് നൽകുന്ന പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2025 4 പേർക്കാണ് ലഭിച്ചത്. മനു ബാക്കർ, D. ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. വിച്ച് ടീം വോൺ 2025 വുമൻസ് പ്രീമിയർ ലീഗ്? മുംബൈ ഇന്ത്യൻസ്. Who was topped the medal tally of 38th National Games 2025? Services Sports Control Board. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ടോപ്പിലെത്തിയത് ഹരിയാനയാണ്. 134ാമത് എഡിഷൻ ഓഫ് ഡ്യൂറൻ കപ്പ് 2025 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വിന്നറായി. സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറാവുന്ന ആദ്യ മുസ്ലിം വംശജനാണ് ഇദ്ദേഹം. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് താരസംഘടനയുടെ പുതിയ പ്രസിഡന്റായിട്ട് ശ്വേത മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ശ്വേത മേനോൻ. LVM-3 M6 ബ്ലൂബേർഡ് ബ്ലോക്ക് 2 മിഷൻ ഇന്ത്യ വിജയകരമായിട്ട് ലോഞ്ച് ചെയ്തു. 2025 ഡിസംബർ 24 ലോഞ്ചിങ്. ISRO's ഓപ്പറേഷണൽ ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ വിത്ത് എ പ്രൂവൺ റെക്കോർഡ് ഓഫ് റിലയബിൾ മിഷൻ എന്നാണ് ഇതിൻ്റെ ടാഗ്. റെക്കോർഡ് ബ്രേക്കിംഗ് പേലോഡാണ്. വെയ്റ്റ് 1600 കിലോഗ്രാം ആണ്. ബ്ലൂബേർഡ് ബ്ലാക്ക് 2 is the heaviest payload ever launched by an Indian rocket from Indian soil.
Bluebird Block 2 is a part of next generation constellation designed to provide direct to mobile cellular broadband connectivity. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവക മിഷൻ ബി.വി.ജി. റാംജി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തു. 100 ദിവസത്തെ വർക്കിന് പകരം 125 ദിവസമായിരിക്കും ഇനി ഒരു വർഷത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ ലഭിക്കുക. സ്റ്റേറ്റ് ക്യാൻ നോട്ടിഫൈ എ നോ വർക്ക് പീരീഡ് ഓഫ് അപ് ടു 60 days ആനുവലി ടു എൻഷുർ ലേബർ അവൈലബിലിറ്റി ഫോർ പീക്ക് അഗ്രികൾച്ചർ സീസൺ. 2025 ഡിസംബർ 16 ഈ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഡിസംബർ 18 ലോക്സഭ പാസാക്കി. ഡിസംബർ 19 രാജ്യസഭ പാസാക്കി. ഡിസംബർ 21 പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ബില്ലിനെ ആക്റ്റാക്കി. ജനുവരി 4, 2026 ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫോർ റിലേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ടെസ്റ്റിംഗ് റോൾസ് വർ സ്കെഡ്യൂൾഡ് ഫോർ ഓൺലൈൻ ടെസ്റ്റ്. ഈ നിയമത്തിൽ വന്ന പുതിയ മാറ്റങ്ങൾ, പണ്ട് ഈ നിയമം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്ന ഒരു ബില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സ്റ്റേറ്റ്സ് ആൻഡ് റേഷ്യോയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും 60% സെൻറ്ററും 40% സ്റ്റേറ്റ്സുമാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹിമാലയൻ സ്റ്റേറ്റിന് 90% സെൻറ്ററും 10% സ്റ്റേറ്റുമാണ്. ഏഷ്യ കപ്പ് 2025 വിന്നർ ഇന്ത്യ. 17ാമത്തെ ഏഷ്യ കപ്പാണ് 2025 നടന്നത്. UAE വെച്ചിട്ടായിരുന്നു ഏഷ്യ കപ്പിൻ്റെ വേദി. 18 ടീമുകളായിട്ട് 19 മാച്ചായിട്ടാണ് നടന്നത്. ഇതിൻ്റെ മസ്കറ്റ് ഷേരു എന്ന സിംഹമാണ്. ഇന്ത്യ വിൻ ചെയ്തപ്പോൾ റണ്ണറപ്പ് ആയത് പാകിസ്ഥാനാണ്. T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പ്ലെയർ ഓഫ് ദി സീരീസ് അഭിഷേക് ശർമ്മ, മോസ്റ്റ് റൺസ് അഭിഷേക് ശർമ്മ, മോസ്റ്റ് വിക്കറ്റ് കുൽദീപ് യാദവ് ആൻഡ് പ്ലെയർ ഓഫ് ദി മാച്ച് തിലക് വർമ്മ. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ വർഷത്തെ ജൂറി ചെയർമാൻ പ്രകാശ് രാജായിരുന്നു. അപ്പോൾ ഒരു മലയാളി അല്ലാത്ത വ്യക്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാൻ ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയും വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനുമാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു. നൊബേൽ പ്രൈസ് 2025 മെഡിസിൻ മേരി ഇ ബ്രാങ്കോ USA, ഫ്രെഡ് റാംസ്ഡൽ USA, ഷിമോൺ സകാഗുച്ചി ജപ്പാൻ. They got Nobel for discoveries regarding peripheral immune tolerance, specifically the search into regulatory T cells, which has implications for cancer and autoimmune diseases treatments. Physics John Clark USA, Michael H. Devoret USA, John M. Martinez USA, for demonstrating macroscopic quantum mechanical effects and energy quantization in electrical circuits, which is foundational for quantum computing. Chemistry Susuma Kitagawa Japan, Richard Rawlinson Australia, Omar M. Yagi USA, for developing metal organic frameworks, porous materials useful for water harvesting, carbon capture and fuel storage. Literature Lalo Krasna Forkai, Hungary, recognized for a body of work exploring the power of art amidst apocalyptic terror. The Hungarian author is known for his philosophical prose and influence in Central European literature. Peace Maria Corina Machado received the award for her advocacy for democratic rights and a peaceful transition in Venezuela, symbolizing civilian courage and unifying the opposition. Economic Science Joel Mokyr USA, Philippe Aghion France, Peter Howitt USA, honored for their explanation of innovation-driven economic growth, including the concept of creative destruction and the
പ്രീ റിക്വസിറ്റ് ഫോർ സബ്സ്റ്റെയിൻഡ് ഗ്രോത്ത്. 14 വ്യക്തികൾക്കാണ് 2025 നൊബേൽ പ്രൈസ് ലഭിച്ചത്. 97th ഓസ്കാർ അവാർഡ്സ്. മികച്ച ചിത്രം അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കു, ചിത്രം അനോറ. മികച്ച നടൻ എഡ്രിനാൽ ബ്രോഡി, ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മൈക്കി മാഡിസൺ, ചിത്രം അനോറ. മികച്ച സഹനടൻ കീരൻ കുൽക്കിൻ, ചിത്രം എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സാൽഡാന, ചിത്രം എമിലിയ പെരസ്. മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോ. മികച്ച അന്താരാഷ്ട്ര ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, ഇതൊരു ബ്രസീലിയൻ ചിത്രമാണ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ നോ അതർ ലാൻഡ്. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം, അന്താരാഷ്ട്ര സമാധാനവും വിശ്വാസ വർഷം, അന്താരാഷ്ട്ര ഹിമസംരക്ഷണ വർഷം എന്നിങ്ങനെയാണ് ആചരിക്കുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2025 പ്രഖ്യാപിച്ചു. 2023 സെൻസർ ചെയ്ത ചിത്രങ്ങൾക്കാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടത്. 2025 ഓഗസ്റ്റ് 1 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 23 ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ ഏറ്റുവാങ്ങി. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. സംവിധാനം ക്രിസ്റ്റോ ടോമി. മികച്ച സഹനടി ഉർവശി, ചിത്രം ഉള്ളൊഴുക്ക്. ഗുജറാത്തി നടി ജാനകി ബോഡിവാലയും ചേർന്നാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മികച്ച സഹനടൻ വിജയരാഘവൻ, മുത്തുപേട്ടൈ സോമു ഭാസ്കർ. മികച്ച എഡിറ്റർ മിഥുൻ മുരളി, ചിത്രം പൂക്കാലം. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, ചിത്രം 2018. പ്രത്യേക പരാമർശം നോൺ ഫീച്ചർ നേക്കൽ ക്രോണിക്കിൾ ഓഫ് പാഡിമാൻ. സംവിധാനം MK രാംദാസ്. മികച്ച റീ റെക്കോർഡിംഗ് മിക്സർ MR രാജകൃഷ്ണൻ, ചിത്രം ആനിമൽ. മികച്ച നടൻ ഷാരൂഖ് ഖാൻ, ജവാൻ. വിക്രാന്ത് മിർസി, 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി, മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവ. മികച്ച ചിത്രം 12th ഫെയിൽ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ, ദി കേരള സ്റ്റോറി. 77ാമത് പ്രൈം ടൈം എമ്മി അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2025 സെപ്റ്റംബർ 14 കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലുള്ള പീകോക്ക് തിയേറ്ററിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. കൊമേഡിയനായ നാറ്റോ ബെർഡാഡ്സെ ആയിരുന്നു ഈ ചടങ്ങിലെ അവതാരകൻ. മികച്ച ഡ്രാമ സീരീസ് ദി പിറ്റ്. മികച്ച കോമഡി സീരീസ് ദി സ്റ്റുഡിയോ. മികച്ച ലിമിറ്റഡ് ആന്തോളജി സീരീസ് അഡോളസെൻസ്. മികച്ച നടൻ നോവ വെയിൽ. മികച്ച നടി ബ്രിറ്റ് ലോവർ. മികച്ച നടൻ സേത്ത് റോഗൻ. മികച്ച നടി കോമഡി വിഭാഗം ജീൻ സ്മാർട്ട്. അഡോളസെൻസ് എന്ന പരമ്പരയിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ 15-കാരനായ ഓവൻ കൂപ്പർ എമ്മി ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് മാറി. സെയ്ത്ത് റോഗന്റെ ദി സ്റ്റുഡിയോ എന്ന കോമഡി സീരീസ് ആകെ 13 അവാർഡുകൾ നേടി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി അവാർഡുകൾ നേടുന്ന കോമഡി സീരീസ് എന്ന റെക്കോർഡും സ്വന്തമാക്കി. ആപ്പിൾ TV+ലെ സെവറൻസ് ആയിരുന്നു 27 നോമിനേഷനുകളുമായി പട്ടികയിൽ മുന്നിൽ നിന്നിരുന്നത്. തൊട്ടു പിന്നാലെ ദി പെൻഗ്വിൻ 24 നോമിനേഷൻ, ദി സ്റ്റുഡിയോ 23 നോമിനേഷൻ എന്നിവയായിരുന്നു മികച്ച നോമിനേഷൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFI 2025 നവംബർ 20 മുതൽ നവംബർ 28 വരെ ഗോവയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം സ്കിൻ ഓഫ് യൂത്ത്. ഡയറക്ടർ ആഷ്ലി മെയ്ഫെയർ, വിയറ്റ്നാം സംവിധായകയാണ്. മികച്ച സംവിധായകൻ രജത മയൂരം സന്തോഷ് ദാവഗർ. ചിത്രം ഗോതൽ മറാത്തി ചിത്രമാണ്. മികച്ച നടൻ ഉബൈമർ റിയോസ്, ചിത്രം എ പോയറ്റ്. മികച്ച നടി ജാര സോഫിജ ഓസ്റ്റാൻ, ചിത്രം ലിറ്റിൽ ട്രബിൾ ഗേൾസ്. മികച്ച നവാഗത സംവിധായകൻ ഹെസാം ഫറാമണ്ട്, ടോണിസ് പിൽ. സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രജനികാന്ത്. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം നന്ദമുരി ബാലകൃഷ്ണ. മികച്ച വെബ് സീരീസ് ബന്ദിഷ് ബാൻഡിറ്റ്സ് സീസൺ 2. പ്രത്യേക ജൂറി പുരസ്കാരം അക്കിനോള ഡേവിസ് ജൂനിയർ, ചിത്രം മൈ
ഫാദേഴ്സ് ഷാഡോ. ICFT യുനെസ്കോ ഗാന്ധി മെഡൽ സേഫ് ഹൗസ്. 30ാമത് IFFK കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2025 ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. സുവർണ ചകോരം മികച്ച ചിത്രം 2 Seasons to സ്ട്രേഞ്ചേഴ്സ്. ജാപ്പനീസ് സംവിധായകൻ ഷോ മിയാക്കിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. രജത ചകോരം മികച്ച സംവിധായകൻ കരീന പിയാസ ലൂസിയ ബ്രാസലിസ്. ചിത്രം ബിഫോർ ദി ബോഡി. രജത ചകോരം മികച്ച നവാഗത സംവിധായകൻ സൗമ്യാനന്ദ സാഹി തനുശ്രീ ദാസ്. ചിത്രം ഷാഡോ ബോക്സ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആഫ്രിക്കൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോ. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ സംവിധായക കെല്ലി ഫൈഫ് മാർഷൽ. ഓഡിയൻസ് പോൾ അവാർഡ് ജനപ്രിയ ചിത്രം തന്തപ്പേര് സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ആവള. മികച്ച മലയാള ചിത്രം തന്തപ്പേര് ഉണ്ണികൃഷ്ണൻ ആവള. ഗിഡ്കി ഗാവ് സഞ്ജു സുരേന്ദ്രൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന സ്വരാജ് ട്രോഫി 2023-24 വർഷത്തെ പുരസ്കാരങ്ങൾ 2025 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാന തലത്തിലെ പ്രധാന വിജയികൾ: മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം കൊല്ലം, 2ാം സ്ഥാനം തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം വെളിയന്നൂർ കോട്ടയം, 2ാം സ്ഥാനം ഉഴമലയ്ക്കൽ തിരുവനന്തപുരം, 3ാം സ്ഥാനം മറ്റത്തൂർ തൃശൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം, 2ാം സ്ഥാനം കൊടകര തൃശൂർ, 3ാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ്. മികച്ച നഗരസഭ 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരള പുരസ്കാരങ്ങൾ 2025. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണിവ. കേരള ജ്യോതി ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ വിദ്യാഭ്യാസം ചരിത്രം. കേരളപ്രഭ രാജശ്രീ വാര്യർ കല. പി.ബി. അനീഷ് കൃഷി. കേരളശ്രീ ശശികുമാർ മാധ്യമപ്രവർത്തനം. ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം. എം.കെ. വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്. അഭിലാഷ് ടോമി കായികം. ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകൾ. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2025. നടൻ പ്രകാശ് രാജ് ആയിരുന്നു ജൂറി അധ്യക്ഷൻ. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച നടൻ മമ്മൂട്ടി. ചിത്രം ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സ്വഭാവ നടൻ ഷൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ് ഭരതൻ. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. ജനപ്രിയ ചിത്രം പ്രേമലു. മികച്ച തിരക്കഥ ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. ചിത്രം ബോഗൻവില്ല. മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ. ചിത്രം ARM ഗാനം കിളിയെ. മികച്ച പിന്നണി ഗായിക സെബ ടോമി. ചിത്രം ആ ഗാനം ആരോരും. പ്രത്യേക ജൂറി അവാർഡ് ആസിഫ് അലി, ടൊവിനോ തോമസ്, ദർശന രാജേന്ദ്രൻ, ജ്യോതിർമയി. 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡ്സ്. ബെസ്റ്റ് ആക്ടർ ആസിഫ് അലി. ചിത്രം കിഷ്കിന്ധ കാണ്ഡം ലെവൽ ക്രോസ്. ബെസ്റ്റ് ആക്ട്രസ് ചിന്നു ചാന്ദിനി. ചിത്രം വിശേഷം. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച ഗായകൻ വേടൻ. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം കിഷ്കിന്ധ കാണ്ഡം. മികച്ച തിരക്കഥ ആനന്ദ് മധുസൂദനൻ. ചിത്രം വിശേഷം. 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രം അപ്പുറം. ഡയറക്ടർ ഇന്ദു ലക്ഷ്മി. മികച്ച ചിത്രം വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അങ്കമ്മാൾ. മികച്ച നടൻ നവാസുദ്ദീൻ സിദ്ദിഖി. ചിത്രം ഐ ആം നോട്ട് ആൻ ആക്ടർ. മികച്ച നടി ഷർമിള ടാഗോർ. ചിത്രം ദി ആൻഷ്യൻ. മികച്ച സംവിധായകൻ റിമാദാസ്. വില്ലേജ് റോക്ക് സ്റ്റാർ 2. മികച്ച നവാഗത സംവിധായകൻ ആരണ്യ സഹായ്. ചിത്രം ഹ്യൂമൻസ് ഇൻ ദി ലൂപ്പ്.
ICC പുരുഷ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ജസ്പ്രീത് ബുംറ. ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അമേലിയ കെയർ, ന്യൂസിലാൻഡ്. ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ജസ്പ്രീത് ബുംറ. ICC പുരുഷ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അസ്മത്തുള്ള ഒമർസായി, അഫ്ഗാനിസ്ഥാൻ. ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ സ്മൃതി മന്ദാന. ICC പുരുഷ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അർഷ്ദീപ് സിംഗ്. ICC വനിതാ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അമേലിയ കെയർ. എമർജിംഗ് പുരുഷ താരം കമിന്തു മെൻഡിസ്, ശ്രീലങ്ക. എമർജിംഗ് വനിതാ താരം അനേരി ഡക്സൺ, ദക്ഷിണാഫ്രിക്ക. അസോസിയേറ്റ് പുരുഷ താരം ഗെർഹാർഡ് ഇറാസ്മസ്, നമീബിയ. അസോസിയേറ്റ് വനിതാ താരം ഈഷ ഓസ, UAE. അമ്പയർ ഓഫ് ദി ഇയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത്, ഇംഗ്ലണ്ട്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിന്നേഴ്സ് ഇന്ത്യ, റണ്ണറപ്പ് ന്യൂസിലാൻഡ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് രജിൻ രവീന്ദ്ര, ന്യൂസിലാൻഡ്, 263 റൺസും 3 വിക്കറ്റും. ഫൈനലിലെ മികച്ച താരം, മാൻ ഓഫ് ദി മാച്ച് ഫൈനൽ രോഹിത് ശർമ്മ, ഇന്ത്യ, 76 റൺസ്. ഗോൾഡൻ ബാറ്റ് രജിൻ രവീന്ദ്ര. ഗോൾഡൻ ബോൾ മാറ്റ് ഹെൻറി, ന്യൂസിലാൻഡ്, 10 വിക്കറ്റ്. ICC വനിതാ ഏകദിന ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഫൈനൽ മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 7 വിക്കറ്റിന് 298 റൺസ് എടുത്തു. 87 റൺസ് എടുത്ത ഷഫാലി വർമ്മയും 58 റൺസും 5 വിക്കറ്റും നേടിയ ദീപ്തി ശർമ്മയും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ദീപ്തി ശർമ്മ. ടൂർണമെന്റിൽ 22 വിക്കറ്റുകളും 215 റൺസും നേടി. പ്ലെയർ ഓഫ് ദി ഫൈനൽ ഷഫാലി വർമ്മ, 78 പന്തിൽ 87 റൺസ്. കൂടുതൽ റൺസ് നേടിയ താരം ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാർഡ്, 571 റൺസാണ്. കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ദീപ്തി ശർമ്മ, 22 വിക്കറ്റുകൾ. സംസ്കൃത പണ്ഡിതനായ മഹാമഹോപാധ്യായ സ്വാമി ഭദ്രേഷ് ദാസിന് 2024 സരസ്വതി സമ്മാൻ. അദ്ദേഹത്തിൻ്റെ സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന സംസ്കൃത ഗ്രന്ഥത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. 2025 ഉച്ചകോടികളും അവ നടന്ന സ്ഥലങ്ങളും. G7 ഉച്ചകോടി കാനഡ. 51ാമത്തെ G7 ഉച്ചകോടിയായിരുന്നു 2025 നടന്നത്. G20 ഉച്ചകോടി 20ാമത്തെ G20 ഉച്ചകോടിയാണ് 2025 നടന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ബ്രിക്സ് ഉച്ചകോടി 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീവയിൽ വെച്ചിട്ടാണ് ചേർന്നത്. 2025 നാറ്റോ ഉച്ചകോടി നെതർലൻഡ്സിലെ ഹേഗിൽ. ഷാങ്ഹായ് സഹകരണ സംഘ ഉച്ചകോടി 25ാമത്തേത് ചൈനയിലെ ടിയാൻജിനിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് ഫ്രാൻസ്. വേൾഡ് ഇക്കണോമിക് ഫോറം സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് 2025 മധ്യപ്രദേശിലെ ഭോപ്പാൽ. സെക്കൻഡ് വേൾഡ് സമ്മിറ്റ് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ഖത്തറിലെ ദോഹയിൽ വെച്ച് നടന്നു. ഇൻവേഴ്സ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 കൊച്ചിയിൽ വെച്ച് നടന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു നടത്താൻ തീരുമാനിച്ചത്. IPL 2025 ഇന്ത്യയിലെ വിവിധ സ്റ്റേഡിയങ്ങളിൽ വെച്ച് നടന്നു. ഏഷ്യ കപ്പ് 2025 വേദി UAE. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വേദി ഇംഗ്ലണ്ട്. വനിതാ ഏകദിന ലോകകപ്പ് വേദി ഇന്ത്യ. സൂപ്പർ ലീഗ് കേരള കൊച്ചി, കോഴിക്കോട്, മലപ്പുറം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ജർമ്മനിയിലെ മ്യൂണിക്. 38ാമത് നാഷണൽ ഗെയിംസ് 2025 ഉത്തരാഖണ്ഡ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രാജസ്ഥാനിലെ ജയ്പൂർ, ജോധ്പൂർ. നെഹ്റു ട്രോഫി വെള്ളംകളി ആലപ്പുഴയിലെ പുന്നമട കായലിൽ വെച്ച് 2025 ഓഗസ്റ്റ് 30 നടന്നു. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്നു. ഇനി വരാനിരിക്കുന്ന സബ്മിറ്റുകളെക്കുറിച്ചും അവയുടെ വേദിയുമാണ്. G20 ഉച്ചകോടി 2026 ദക്ഷിണാഫ്രിക്ക വേദിയാകും. COP31 കാലാവസ്ഥ ഉച്ചകോടി തുർക്കി വേദിയാവും. ഗ്ലോബൽ ബിഗ് കാറ്റ് സബ്മിറ്റ് ഇന്ത്യ. ബ്രിക്സ് ഉച്ചകോടി 2026 ഉസ്ബെക്കിസ്ഥാൻ. 2026 AI ഇമ്പാക്ട് സബ്മിറ്റിൻ്റെ വേദി ഇന്ത്യയാണ്. നാഷണൽ ടെക്സ്റ്റൈൽസ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് അസമിലെ ഗുവാഹത്തിയിലാണ് വേദി.
സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2026 കേരളത്തിലെ കൊച്ചിയാണ് വേദി. 60ാമത് DGP IGP കോൺഫറൻസ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് വേദി. വൈബ്രന്റ് ഗുജറാത്ത് റീജിയണൽ കോൺഫറൻസ് ജനുവരി 12 ഗുജറാത്തിൽ വെച്ച് നടക്കും. ഇനി ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ്. 2026 ഫിഫ ലോകകപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുക. അതിൽ അമേരിക്കയുടെ ഭാഗ്യചിഹ്നം ക്ലച്ച്, ഇതൊരു ഈഗിളാണ്. കാനഡയുടെ ഭാഗ്യചിഹ്നം മേപ്പിൾ മൂസ്. മെക്സിക്കോയുടെ ഭാഗ്യചിഹ്നം സായു ജാഗ്വർ. 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഫിന്നി എന്ന യൂണിക്കോൺ ആണ്. ഏഷ്യൻ ഗെയിംസ് 2026 ജപ്പാനിലെ ഐച്ചി നഗോയിൽ വെച്ച് നടക്കുന്നു. 20ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഭാഗ്യചിഹ്നം ഹൊനോഹോൺ. ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന വിന്റർ ഒളിമ്പിക്സ് 2026 വേദി ടിനയും മിലോയും. ഇവ രണ്ടും കീരികളാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 വേദി ഉജ്ജ്വല എന്ന കുരുവി. നാഷണൽ ഗെയിംസ് 2025 ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് നടന്നത്. ഭാഗ്യചിഹ്നം മൗലി എന്ന പക്ഷി, ഇതൊരു ഹിമാലയൻ പക്ഷിയാണ്. കേരള സ്കൂൾ കായികമേള 2024 തക്കൊടു എന്ന അണ്ണാനായിരുന്നു ഭാഗ്യചിഹ്നം. 2025 ISRO മിഷൻസ് NVS-02 ദൗത്യം ഇന്ത്യയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് സംവിധാനത്തിന്റെ 2ാം തലമുറ ഉപഗ്രഹമാണ് NVS-02. വിക്ഷേപണ വാഹനം GSLV F-15. വിക്ഷേപണ തീയതി 2025 ജനുവരി 29. EOS-09 ദൗത്യം വാഹനം PSLV C-61. ഭൗമ നിരീക്ഷണത്തിനായുള്ള ഉപഗ്രഹമാണ്. വിക്ഷേപണ തീയതി 2025 മെയ് 18. നിസാർ ദൗത്യം GSLV F-16. നാസയുമായി സഹകരിച്ചുള്ള ഭൗമനിരീക്ഷണ ദൗത്യം നിസാർ. ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇത് സഹായിക്കും. വിക്ഷേപണ തീയതി 2025 ജൂലൈ 30. CMS-03 ദൗത്യം LVM-3M5 ആശയവിനിമയ ഉപഗ്രഹ ദൗത്യമാണിത്. വിക്ഷേപണ തീയതി 2025 നവംബർ 2. LVM-3M6 ബ്ലൂബേർഡ് 3 ബ്ലോക്ക് 2 ദൗത്യം US കമ്പനിയായ AST സ്പേസ് മൊബൈലിന് വേണ്ടിയുള്ള വാണിജ്യ വിക്ഷേപണ ദൗത്യമാണിത്. വിക്ഷേപണ വാഹനം LVM-3. തീയതി 2025 ഡിസംബർ 24. സ്പാഡെക്സ് ദൗത്യം ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഡോക്ക് ചെയ്യുന്നതിന് 2025 ജനുവരി 16 ISRO ഈ വിക്ഷേപണം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ വംശജയായ പ്രശസ്ത അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്തിൽ ചെലവഴിച്ച വനിതയായി മാറി. 2006 2012 നടത്തിയ പ്രധാന ദൗത്യങ്ങൾക്ക് പുറമെ 2024 ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കലിലും അവർ നേതൃത്വം നൽകി. 2024 ജൂൺ 8 ഔദ്യോഗികമായി ബഹിരാകാശ നിലയത്ത് എത്തിയെങ്കിലും സാങ്കേതിക തകരാറ് മൂലം 2025 മാർച്ച് 18 286 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം അവർ വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തി. സുനിത വില്യംസിന്റെ റെക്കോർഡുകൾ 9 ബഹിരാകാശ നടത്തങ്ങളിലായി മൊത്തം 62 മണിക്കൂർ 6 മിനിറ്റ് ചെലവഴിച്ചു. ഇത് ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ബഹിരാകാശത്ത് വെച്ച് മാരത്തോണും ട്രയാലത്തോണും പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി. മൊത്തം 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ല 2025 ജൂണിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിലൂടെയാണ് ചരിത്രം കുറിച്ച ബഹിരാകാശ സഞ്ചാരിയായി മാറിയത്. ഇസ്രയേലും നാസയും സംയുക്തമായി നടത്തിയ ആക്സിയം 4 ദൗത്യത്തിലെ പൈലറ്റ് ആയിരുന്നു ശുഭാംശു ശുക്ല. 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി ഇദ്ദേഹം മാറി. 2025 ജൂൺ 25 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് അദ്ദേഹം വിക്ഷേപിക്കപ്പെട്ടത്. ബഹിരാകാശ നിലയത്തിൽ 18 ദിവസം ചെലവഴിച്ച അദ്ദേഹം 2025 ജൂലൈ 15 ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ബഹിരാകാശത്ത് വെച്ച് ഉലുവ, ചെറുപയർ എന്നിവയുടെ വളർച്ച പഠിക്കുക, മൈക്രോഗ്രാവിറ്റിയിൽ പേശികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക തുടങ്ങിയ പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ് ശുഭാംശു ശുക്ല.
നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ 2025 ഓഗസ്റ്റ് 30 നടന്നത്. 71ാമത്തെ നെഹ്റു ട്രോഫി ആയിരുന്നു. വിജയികൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. ഇതിന്റെ ഭാഗ്യചിഹ്നം മുതല. തുഴക്കാരന്റെ വേഷത്തിലുള്ള മുതലയായിരുന്നു. ഇതിന് ബോണി എന്നാണ് പേരിട്ടത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി 2025 സെപ്റ്റംബർ 9 പമ്പാ നദിയിൽ വെച്ചിട്ടാണ് നടന്നത്. എ ബാച്ചിൽ മേലുകര പള്ളിയോടവും ബി ബാച്ചിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവുമാണ് വിജയിച്ചത്. ചെമ്പക്കുളം മൂലം വള്ളംകളി ചെറുതന ചുണ്ടൻ വിജയിച്ചു. യുഗ്മ കേരള പൂരം വള്ളംകളി UK. ഔദ്യോഗിക ലോഗോ ഡിസൈൻ ചെയ്തത് ലിജോ ലാസറാണ്. 2025 പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ. മോൻത. ഒക്ടോബർ അവസാന വാരം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ നരസാപുരത്തിൽ നിന്ന് സമീപം കരതൊട്ടു. ഇത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായി. മോൻത എന്ന പേര് നൽകിയത് തായ്ലൻഡ് ആണ്. ശക്തി. ഒക്ടോബർ ആദ്യവാരം അറബിക്കടലിൽ രൂപം കൊണ്ട തീവ്ര ചുഴലിക്കാറ്റാണിത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരങ്ങളിൽ ഇതിന്റെ സ്വാധീനം അനുഭവപ്പെട്ടു. പേര് നൽകിയത് ശ്രീലങ്കയാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ്. നവംബർ അവസാന വാരം രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും പിന്നീട് തമിഴ്നാട്, ആന്ധ്രാ തീരങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇതിന് പേര് നൽകിയത് യമനാണ്. സെന്യാർ. നവംബറിൽ രൂപപ്പെട്ട ഈ ചുഴലിക്കാറ്റ് ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇതിന് പേര് നൽകിയത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. നാഷണൽ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. കാലയളവ് 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ. ജനുവരി 28 ഡെറാഡൂണിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത്. ഭാഗ്യചിഹ്നം മൗലി. ഉത്തരാഖണ്ഡിലെ സംസ്ഥാന പക്ഷിയായ ഹിമാലയൻ മോണാലിനെ ആസ്പദമാക്കിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ആപ്തവാക്യം സങ്കൽപ് സേ ശിഖർ തക്. ദൃഢനിശ്ചയത്തിൽ നിന്ന് ഉന്നതിയിലേക്ക്. ആകെ 32 മത്സര ഇനങ്ങളാണ്. 4 പ്രദർശക കായിക ഇനങ്ങളും. കളരിപ്പയറ്റ്, യോഗാസന, മല്ലഖമ്പ്, റാഫ്റ്റിംഗ് എന്നിവയാണ് പ്രദർശന കായിക ഇനങ്ങൾ. സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡാണ് സ്വർണ്ണ മെഡലുകളുടെ എണ്ണത്തിൽ ഒന്നാമതെത്തിയത്. മെഡലുകളുടെ ആകെ എണ്ണത്തിൽ മഹാരാഷ്ട്ര 1ാം സ്ഥാനത്തെത്തി. കേരളത്തിന്റെ പ്രകടനം. കേരളത്തിൽ നിന്ന് 371 കായിക താരങ്ങൾ പങ്കെടുത്തു. സജൻ പ്രകാശ് നീന്തൽ, ഹർഷിത ജയറാം തുടങ്ങിയവർ കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടി. അടുത്ത ലക്കം 39ാമത് ദേശീയ ഗെയിംസ് മേഘാലയയിൽ വെച്ചാണ് നടക്കുക. മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 14ാമതാണ്. 54 മെഡലുകളാണ് കേരളത്തിന് ലഭിച്ചത്. 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം. പുരുഷ വിഭാഗം ഫുട്ബോളിൽ കേരളത്തിന് സ്വർണമുണ്ട്. പുരുഷ വിഭാഗം വോളിബോൾ കേരളത്തിന് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ PT ഉഷ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. സജൻ പ്രകാശ് നീന്തൽ താരം. അമാനി ദിൽഷാദ് ജിംനാസ്റ്റിക്കിൽ വെങ്കല മെഡലും ഫ്ലോർ എക്സർസൈസിൽ 4ാം സ്ഥാനവും നേടി. ആൻസി സോജൻ എടപ്പള്ളി അത്ലറ്റിക്സ് ലോങ് ജമ്പിൽ പങ്കെടുത്തു. ഇനി നമുക്ക് റാങ്കിംഗ് നോക്കാം. സർവീസസ് 68 സ്വർണം, മഹാരാഷ്ട്ര 54 സ്വർണം, ഹരിയാന 48 സ്വർണം, മധ്യപ്രദേശ് 34 സ്വർണം, കർണാടക 34 സ്വർണം. ജ്യോതി യർരാജി അത്ലറ്റിക്സിൽ 100 മീറ്റർ ഹേർഡിൽസും 200 മീറ്ററിലും ഇരട്ട സ്വർണം നേടി. സാവാൻ ബാർവാൾ 10,000 മീറ്റർ ഓട്ടത്തിൽ പുതിയ മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടി. വിദ്യ രാംരാജ് 400 മീറ്റർ ഹേർഡിൽസ് തമിഴ്നാട്. അങ്കിത ധ്വാനി 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് 5000 മീറ്റർ ഉത്തരാഖണ്ഡ്. ദീനിധി ദേശിംഗു നീന്തൽ 9 സ്വർണ്ണ മെഡലുകൾ നേടി. പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസസ്. എക്വറിൻ 2025. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഈ സൈനിക അഭ്യാസത്തിന്റെ 14ാം പതിപ്പ് 2025 ഡിസംബർ 2 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സമുദ്ര സുരക്ഷയിലുമാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യൂത്ത് അഭ്യാസ് 2025. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ അഭ്യാസം 2025 സെപ്റ്റംബർ 1 മുതൽ 14 വരെ അലാസ്കയിൽ വെച്ച് നടന്നു. പർവ്വത പ്രദേശങ്ങളിലെ യുദ്ധ
മുറകളിലാണ് ഇത് ഊന്നൽ നൽകിയത്. ഡെസ്ലിക് 2025 ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള അഭ്യാസത്തിന്റെ 6ാം പതിപ്പ് 2025 ഏപ്രിലിൽ പൂനെയിൽ വെച്ച് നടന്നു. മിത്രശക്തി 2025 ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 11ാം പതിപ്പ് 2025 നവംബർ 10 മുതൽ 23 വരെ ബെൽഗാവിൽ വെച്ച് നടന്നു. ഡെസേർട്ട് സൈക്ലോൺ 2 ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചേർന്ന് അബുദാബിയിൽ ഡിസംബർ 18 മുതൽ 30 വരെ നടന്ന അഭ്യാസമാണിത്. ഗരുഡ 25 ഇന്ത്യൻ വ്യോമസേനയും ഫ്രഞ്ച് വ്യോമസേനയും തമ്മിലുള്ള 8ാം പതിപ്പ് 2025 നവംബർ 16 മുതൽ 27 വരെ ഫ്രാൻസിൽ വെച്ച് നടന്നു. വരുണ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസം 2025 മാർച്ചിൽ അറബിക്കടലിൽ വെച്ച് നടന്നു. മലബാർ 2025 ക്വാഡ് രാജ്യങ്ങളായ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവർ പങ്കെടുത്ത നാവികാഭ്യാസം 2025 ഒക്ടോബറിൽ ഗുമാവിൽ ആരംഭിച്ചു. ഡെസേർട്ട് ഹണ്ട് 2025 കര-നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസം ഫെബ്രുവരി 24 മുതൽ 28 വരെ ജോധ്പൂരിൽ വെച്ച് നടന്നു. ബ്രൈറ്റ് സ്റ്റാർ 2025 ഈജിപ്ത് ആതിഥേയത്വം വഹിച്ച ഈ ബഹുരാഷ്ട്ര അഭ്യാസത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള 700-ലധികം സൈനികർ പങ്കെടുത്തു. തൃശൂർ 2025 ഗുജറാത്ത് തീരത്തും രാജസ്ഥാനിലുമായി ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ നടന്ന ഈ സംയുക്ത സമ്മേളനത്തിൽ 50,000-ലധികം സൈനികർ പങ്കെടുത്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി നിലവിൽ മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിന് അർഹത. അപേക്ഷകൾ 2025 ഡിസംബർ 22 മുതൽ K-സ്മാർട്ട് പോർട്ടൽ വഴി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കുന്നതിനായി നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മുഖ്യമന്ത്രിയുടെ ഗവേഷക സ്കോളർഷിപ്പ് ഗവേഷക വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 10,000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പുതിയ പദ്ധതി 2025 ബജറ്റിൽ പ്രഖ്യാപിച്ചു. സഹകരണ ഭവന പദ്ധതി നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി ഇടത്തരം വരുമാനക്കാർക്കായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. ലോക കേരള കേന്ദ്രം പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി ടൂർ പാക്കേജുകൾ, താമസ സൗകര്യം, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള അസിസ്റ്റഡ് ലിവിംഗ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി 5 കോടി രൂപ നീക്കിവെച്ച പദ്ധതി. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും 1,600 രൂപയിൽ നിന്ന് 2,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് രൂപയായും നെല്ലിന്റെ സംഭരണ വില കിലോയ്ക്ക് 30 രൂപയായും വർദ്ധിപ്പിച്ചു. K-സ്മാർട്ട് വിപുലീകരണം നഗരസഭകളിൽ നിലവിലുള്ള K-സ്മാർട്ട് ഡിജിറ്റൽ സേവനങ്ങൾ 2025 ഏപ്രിൽ മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നു. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 99,446 കോടി രൂപയുടെ പദ്ധതിയാണിത്. 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെ ഇൻസെന്റീവ് ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന രാജ്യത്തെ 100 പിന്നോക്ക ജില്ലകളിലെ 1.7 കോടി കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. കുറഞ്ഞ വിളവ് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നൂതന കൃഷിരീതിയും വായ്പാ സൗകര്യങ്ങളും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗിഗ് തൊഴിലാളികൾക്കുള്ള ക്ഷേമ പദ്ധതി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ഇനി മുതൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിനായി പ്രാദേശിക ഭാഷയിലുള്ള ഡിജിറ്റൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി. മൈക്രോ എന്റർപ്രൈസ് ക്രെഡിറ്റ് കാർഡ് ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെറുകിട സംരംഭകർക്കായി 5 ലക്ഷം രൂപ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ അവതരിപ്പിക്കുന്നു. ആയുഷ്മാൻ ഭാരത് 70 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇവർക്ക് കുടുംബത്തിന്റെ ഇൻഷുറൻസിന് പുറമെ 5 ലക്ഷം രൂപയുടെ പ്രത്യേക പരിരക്ഷ ലഭിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്കും അനുബന്ധ മേഖലയിലുള്ളവർക്കും KCC വഴി ലഭിക്കുന്ന പലിശരഹിത വായ്പാ പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തി. PM ആവാസ് യോജന കൂടുതൽ കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന് PM ആവാസ് യോജനയുടെ 2ാം ഘട്ടം ഊർജിതമാക്കി. കൂടാതെ പാതി വഴിയിൽ മുടങ്ങിയ ഭവന പദ്ധതികൾ പൂർത്തിയാക്കാൻ 15,000 കോടി രൂപ സ്വാമിക് ഫണ്ട് 2 രൂപീകരിച്ചു.
PM മുദ്രാ ലോൺ. ബിസിനസ് ആവശ്യങ്ങൾക്കായി നൽകുന്ന മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തി. നൈപുണ്യ വികസനം. രാജ്യത്തുടനീളം പുതിയ 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകൾ സ്ഥാപിക്കുന്നു. ഇനി ഇൻഡെക്സുകളും റാങ്കുകളുമാണ്. ഗ്ലോബൽ ഇക്കണോമി ഫസ്റ്റ് US. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. MSCI എമർജിംഗ് മാർക്കറ്റ്സ് ഇൻഡെക്സ് ഫസ്റ്റ് റാങ്ക് ഇന്ത്യക്കാണ്. ഗ്ലോബൽ റെമിറ്റൻസ് ഇൻഫ്ലോ ഫസ്റ്റ് റാങ്ക് ഇന്ത്യ. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യക്ക് 38ാം സ്ഥാനം. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് സിംഗപ്പൂർ, ഇന്ത്യക്ക് 38ാം സ്ഥാനം. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഫസ്റ്റ് ഡെൻമാർക്ക്, ഇന്ത്യക്ക് 96ാം സ്ഥാനം. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA, ഇന്ത്യക്ക് 4ാം സ്ഥാനം. വേൾഡ് എയർ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA, ഇന്ത്യക്ക് 3ാം സ്ഥാനം. ഏഷ്യ പവർ ഇൻഡെക്സ് ഫസ്റ്റ് USA, ഇന്ത്യക്ക് 3ാം സ്ഥാനം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഫസ്റ്റ് ബുർക്കിന ഫാസോ, ഇന്ത്യക്ക് 14ാം സ്ഥാനം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഫസ്റ്റ് ഫിൻലാൻഡ്, ഇന്ത്യക്ക് 118ാം റാങ്ക്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ 130ാം റാങ്ക്. ജെൻഡർ ഇനീക്വാളിറ്റി ഇൻഡെക്സ് ഫസ്റ്റ് ഡെൻമാർക്ക്, ഇന്ത്യക്ക് 108ാം സ്ഥാനം. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഫസ്റ്റ് നോർവ, ഇന്ത്യ 151. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഫസ്റ്റ് ബെലറസ്, ഇന്ത്യക്ക് 102ാം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഫസ്റ്റ് സിംഗപ്പൂർ, ഇന്ത്യക്ക് 77ാം റാങ്ക്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് ടു തേർഡ് വാക്കൻ്റ് ആണ്. ഫോർത്ത് ഡെൻമാർക്ക്, ഇന്ത്യക്ക് 10ാം സ്ഥാനം. ഗ്ലോബൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഫസ്റ്റ് ലാഹോർ, പാകിസ്ഥാൻ, ഇന്ത്യക്ക് സെക്കൻഡ് ഡൽഹി. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് എസ്റ്റോണിയ, ഇന്ത്യക്ക് 176ാം പൊസിഷൻ. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ഇന്ത്യയിൽ ഫസ്റ്റ് IIT ബോംബെ ആണ്. IIT ബോംബെക്ക് 220ാം റാങ്കാണ് ടോട്ടൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRFൽ ഫസ്റ്റ് IIT മദ്രാസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അഖിൽ P. ധർമ്മജന്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ 2025 ജൂൺ 26 പ്രഖ്യാപിച്ചു. നോവൽ GR ഇന്ദുഗോപന്റെ ആനോ എന്ന കൃതി. കവിത അനിത തമ്പി, കൃതി മുരിങ്ങവാഴ കറിവേപ്പ്. ചെറുകഥ V. ഷിനിലാൽ, കൃതി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നാടകം ശശിധരൻ നടുവിൽ, കൃതി പിത്തളശലഭം. സാഹിത്യ വിമർശനം G. ദിലീപൻ, കൃതി രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. വൈജ്ഞാനിക സാഹിത്യം ദീപക് P, കൃതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ജീവചരിത്രം അഥവാ ആത്മകഥ ഡോക്ടർ K. രാജശേഖരൻ നായർ, കൃതി ഞാൻ എന്ന ഭാവം. യാത്രാവിവരണം KR അജയൻ, കൃതി ആരോഹണം ഹിമാലയം. വിവർത്തനം ചിഞ്ചു പ്രകാശ്, കൃതി എന്റെ രാജ്യം എന്റെ ശരീരം. ബാലസാഹിത്യം EN ഷീജ, കൃതി അമ്മ മണമുള്ള കനിവുകൾ. ഹാസ്യസാഹിത്യം നിരഞ്ജൻ, കൃതി കേരളത്തിന്റെ മൈതാത്മകത. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN കുഞ്ഞഹമ്മദ്, മല്ലിക യൂനിസ്. 2025 പേര് മാറ്റിയ സ്ഥലങ്ങളാണിനി. ബാഗേപ്പള്ളി, ഭാഗ്യനഗർ. ബാംഗ്ലൂരു റൂറൽ, ബാംഗ്ലൂരു നോർത്ത്. രാമനഗര, ബംഗളൂരു സൗത്ത്. കാർനാക് ബ്രിഡ്ജ്, സിന്ദൂർ ബ്രിഡ്ജ്. ഗയ, ഗയാജി. ഔറംഗസേപൂർ, ശിവജി നഗർ. നവാബി റോഡ്, അടൽ മാർഗ്, പിഞ്ചക്കി മാർഗ് ഗുരു. ഗോൾവാർക്കർ മാർഗ്. മിയാൻവാല, രാംജിവാല, പിർവാല കേസരി. അഹമ്മദ് നഗർ, കർണാവതി. ഹൈദരാബാദ്, ഭാഗ്യനഗരം. ഷിംല, ശ്യാമള. കേരളം,
കേരള എന്നുള്ളത് ഇനി മുതൽ ഔദ്യോഗികമായിട്ട് രേഖകളിൽ കേരളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. വി.എസ്. അച്യുതാനന്ദൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ഫാക്റ്റ് കൂടി നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് ജനിച്ചത്. 2025 ജൂലൈ 21 തിരുവനന്തപുരത്ത് വെച്ചാണ് മരിച്ചത്. മരണസമയത്ത് 101 വയസ്സായിരുന്നു. 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 82 വയസ്സിലാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. 1964 CPI പിളർന്ന് CPIM രൂപീകരിച്ചപ്പോൾ പാർട്ടി വിട്ടിറങ്ങിയ 32 നേതാക്കളിൽ ഒരാളായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. 3 തവണ പ്രതിപക്ഷ നേതാവായി 1992 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 16 വരെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം, അതായത് 15 വർഷക്കാലം ഈ പദവി വഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പ്രധാന സമരങ്ങൾ പുന്നപ്ര വയലാർ സമരം, അഴിമതി, ഭൂമാഫിയ, സ്ത്രീ പീഡനം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും ജനശ്രദ്ധ ആകർഷിച്ചവയാണ്. കേരള ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായിരുന്നു. ഷാജി എൻ കരുൺ 2024 മലയാള സിനിമയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് ലഭിച്ചു. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ: മികച്ച സംവിധാനം പിറവി 1988, കുട്ടിസ് റാങ്ക് മികച്ച ഫീച്ചർ ഫിലിം 2009. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ: മികച്ച സംവിധായകൻ സ്വം 1994, വാനപ്രസ്ഥം 1999. ഛായാഗ്രഹൻ എന്ന നിലയിൽ പ്രവർത്തിച്ചത്: തമ്പ്, കാഞ്ചനസീത, എസ്തപ്പാൻ, ഒരിടത്ത്. അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ: കാൻ ഫിലിം ഫെസ്റ്റിവൽ, പിറവി, സ്വം, വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾക്ക് ഔദ്യോഗിക മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. സ്വം, പാം ഡിയോർ നാമനിർദ്ദേശം നേടി. ഫ്രഞ്ച് ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതിയും പത്മശ്രീയും നേടിയിട്ടുണ്ട്. മറ്റ് നേട്ടങ്ങൾ: കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു.